യാത്രാ പദ്ധതി ബാധ്യതയായി കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കെഎസ്ആർടിസിയിലെ എംപാനൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. ജൂൺ മാസത്തെ ശമ്പളത്തിൽ കേവലം 7 ദിവസത്തെ തുക മാത്രമാണ് ജീവനക്കാർക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ളത്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമായി സർക്കാർ കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വഴി ഉണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് ഇതിന് കാരണമെന്നാണ് സൂചന. പദ്ധതി നടപ്പിലാക്കിയതോടെ കെഎസ്ആർടിസിക്ക് പ്രതിദിനം 2 കോടിയിലധികം രൂപയുടെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വയനാട് കള്ളാടിയിലുണ്ടായ മാരകമായ മണ്ണിടിച്ചിലിന് കാരണം നിർമ്മാണ കമ്പനിയുടെ ഗുരുതരമായ അനാസ്ഥയെന്ന സർക്കാർ വാദങ്ങൾ തള്ളി കൊങ്കൺ റെയിൽവേ. തുരങ്ക നിർമ്മാണത്തിനായി മണ്ണെടുത്തത് പൂർണ്ണമായും ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്നും നിർമ്മാണ രൂപകൽപ്പനയിൽ യാതൊരുവിധ പിഴവുകളുമില്ലെന്നും കമ്പനി അവകാശപ്പെടുന്നു. 110 മീറ്റർ ഉയരത്തിലുള്ള മലനിരകളിൽ നിന്നുണ്ടായ പ്രകൃതിദത്തമായ മലയിടിച്ചിലാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്നും തങ്ങൾ കൂട്ടിവെച്ച മണ്ണല്ല അപകടമുണ്ടാക്കിയതെന്നും കൊങ്കൺ റെയിൽവേ വിശദീകരിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ ലംഘനങ്ങൾ നടത്തിയ അഡാനി പോർട്സിന് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് 15 കോടി രൂപ പിഴ ചുമത്തിയതായി റിപ്പോർട്ടുകൾ. തുറമുഖ കമ്പനിയുടെ മുൻ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരുടെ ഔദ്യോഗിക കാലാവധിക്കുള്ളിലാണ് അഡാനി ഗ്രൂപ്പിനെതിരെയുള്ള ഈ കർശന നടപടി ഉണ്ടായത്. എന്നാൽ ഈ നീക്കങ്ങൾക്ക് തൊട്ടുപിന്നാലെ പുതിയ UDF സർക്കാർ ദിവ്യ എസ് അയ്യരെ തൽസ്ഥാനത്തു നിന്ന് മാറ്റിയതോടെ വിഷയം കടുത്ത രാഷ്ട്രീയ വിവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്. VD സതീശൻ അഡാനി ഗ്രൂപ്പിനെ വഴിവിട്ട് സഹായിക്കാനാണ് ഈ സ്ഥലം മാറ്റമെന്നാണ് ആരോപണം ഉയരുന്നത്. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ നടപടികളിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറി K. ബിജു IAS ഹൈക്കോടതിയിൽ നിന്ന് കടുത്ത തിരിച്ചടി. കോടതി ഉത്തരവിനെ മറികടക്കാൻ ശ്രമിച്ചെന്ന കേസിൽ അദ്ദേഹം സമർപ്പിച്ച നിരുപാധിക മാപ്പപേക്ഷ കോടതി കർശനമായി തള്ളി. വ്യക്തിപരമായ വീഴ്ചകൾക്കപ്പുറം ഉദ്യോഗസ്ഥ ഭരണ സംവിധാനവും സർക്കാരും നീതിന്യായ വ്യവസ്ഥയോട് പുലർത്തേണ്ട മര്യാദകളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ. ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയ്ക്കെതിരെ നേടിയ ഗോളോടെ 2026 ഫിഫ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ അർജന്റീനയുടെ ലയണൽ മെസ്സിക്കൊപ്പം 1-ാം സ്ഥാനത്തെത്തി ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ. ടൂർണമെന്റിൽ എംബാപ്പയുടെ 8ാമത്തെ ഗോളായിരുന്നു ഇത്. ബോസ്റ്റണിൽ നടന്ന മത്സരത്തിൽ 60-ാം മിനിറ്റിലാണ് 27-കാരനായ താരം ഗോൾ നേടി ഫ്രാൻസിനെ മുന്നിലെത്തിച്ചത്. നിലവിൽ 8 ഗോളുകളുമായി ഇരുവരും തുല്യത പാലിക്കുകയാണെങ്കിലും 3 അസിസ്റ്റുകളുള്ള എംബാപ്പയാണ് 1 അസിസ്റ്റ് മാത്രമുള്ള മെസ്സിയേക്കാൾ ഗോൾഡൻ ബൂട്ട് പട്ടികയിൽ നിലവിൽ മുന്നിൽ നിൽക്കുന്നത്. ഒന്നിലധികം വോട്ടർ ഐഡികൾ കൈവശം വെച്ചെന്ന കേസിൽ നടൻ പ്രകാശ് രാജിന് ജാമ്യം. ബംഗളൂരു ACJM കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. 2019 ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ അദ്ദേഹം ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരുന്നു. തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നീ 3 സംസ്ഥാനങ്ങളിലായി 4 വോട്ടർ ID കാർഡുകൾ പ്രകാശ് രാജിനുണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ ദിലീപാണ് പരാതി നൽകിയത്. നിർമ്മിത ബുദ്ധി രംഗത്ത് മുൻതൂക്കം നേടാൻ വമ്പൻ പദ്ധതിയുമായി മെറ്റ. കമ്പനിയുടെ സ്വന്തം AI ഡാറ്റാ സെന്റർ ചിപ്പുകളുടെ ഉൽപ്പാദനം ഈ വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കാനാണ് തീരുമാനം. കമ്പ്യൂട്ടിംഗ് ശേഷി 2027ഓടെ 14 ജിഗാവാട്ടായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ഐറിസ് എന്ന രഹസ്യനാമത്തിൽ വികസിപ്പിച്ചിരിക്കുന്ന ഡാറ്റാ സെന്റർ ചിപ്പുകൾ മെറ്റയുടെ മെറ്റ ട്രെയിനിങ് ആൻഡ് ഇൻഫറൻസ് ആക്സിലറേറ്റർ പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മിക്കുന്നത്. കുംഭമേള ചിത്രങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ യുവതിക്ക് അനുവദിച്ചു പോന്നിരുന്ന പ്രത്യേക പോലീസ് സുരക്ഷ ഹൈക്കോടതി റദ്ദാക്കി. സംരക്ഷണം തേടി കോടതിയെ സമീപിച്ച യുവതിയെ നിലവിൽ നൽകിയിട്ടുള്ള വിലാസത്തിലോ ഫോൺ നമ്പറിലോ കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്ന സർക്കാർ വാദം കണക്കിലെടുത്താണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിർണായക നടപടി. ജൂൺ 19 മുതൽ മൊണാലിസ ഫോസ്ലെ, ഭർത്താവ് മുഹമ്മദ് ഫർഹാൻ എന്നിവർക്ക് കോടതി ഉത്തരവ് പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് സുരക്ഷ നൽകി വരികയായിരുന്നു. തിരുവനന്തപുരം തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപം ബൈക്ക് അപകടത്തിൽ IT ജീവനക്കാരായ യുവതിയും യുവാവും മരിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. അപകടത്തിൽപ്പെട്ട ബൈക്കിന്റെ ഹാൻഡിലിൽ കണ്ട മറ്റൊരു കാറിന്റെ പെയിന്റാണ് പോലീസിന് സംശയമുണ്ടാക്കിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബൈക്കിന് പിന്നിലിടിച്ച കാറും അത് ഓടിച്ചിരുന്ന മലയൻകീഴ് സ്വദേശി വിഷ്ണുവും പിടിയിലായി. എറണാകുളം സ്വദേശിയും ടെക്നോ പാർക്കിലെ IT കമ്പനി എഞ്ചിനീയറുമായ നവീൻ സിബി, തൊടുപുഴ സ്വദേശിനിയും കിൻഫ്രയിലെ IT ജീവനക്കാരിയുമായ മൃദുല ആൻ ഉമ്മൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഇന്ത്യൻ
പേരുകളുള്ള നാസയുടെ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ തന്റെ കന്നി ബഹിരാകാശ ദൗത്യത്തിന് ഒരുങ്ങുന്നു. ഈ മാസം 14-ാം തീയതിയാണ് അദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുക. 8 മാസത്തോളം നീണ്ടു നിൽക്കുന്ന സുപ്രധാന ദൗത്യത്തിനാണ് 49-കാരനായ അനിൽ മേനോൻ നേതൃത്വം നൽകുന്നത്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.